ഹായ്, ജെൻറ്റിൽ പാരൻറ്റിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ വിചാരിക്കുന്നത്. ഈ ജെൻറ്റിൽ പാരൻറ്റിംഗ് എന്ന് കേൾക്കുമ്പോഴേക്കും ആൾക്കാർ പൊതുവെ വിചാരിക്കുന്നത് പെർമിസീവ് പാരൻറ്റിങ് എന്ന രീതിയിലാണ്. പെർമിസീവ് പാരൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ എല്ലാത്തിനും പെർമിറ്റ് ചെയ്യുന്ന, എല്ലാത്തിനും സമ്മതിക്കുന്ന ഒരു പാരൻറ്റിങ് രീതിയാണ്. കുട്ടികൾ കരയുമ്പോഴേക്ക് അയ്യോ കുട്ടികൾ കരയരുത്, കുട്ടികൾ അപ്സെറ്റ് ആവരുത്, കുട്ടികൾക്ക് സങ്കടം വരരുത്, വാശി കാണിക്കരുത്, ഇതൊക്കെ കാണിക്കുമ്പോഴേക്ക് ചാടിക്കയറി എന്താണോ കുട്ടികൾ ചോദിക്കുന്നത് അവരുടെ വാശിക്കെല്ലാം നിന്ന് കൊടുക്കുക, അവരുടെ എല്ലാ കാര്യങ്ങളും അതുപോലെ സാധിച്ചു കൊടുക്കുക എന്നുള്ള രീതിയാണ് പെർമിസീവ് പാരൻറ്റിംഗ് എന്നുള്ളത്. അവിടെ ബൗണ്ടറീസ് ഇല്ല, കുട്ടികളോട് നോ പറയുന്നില്ല, കുട്ടികൾക്ക് ലിമിറ്റ്സ് സെറ്റ് ചെയ്യുന്നില്ല. ജെൻറ്റിൽ പാരൻറ്റിങ് അതല്ല കേട്ടോ. ആക്ച്വലി ജെൻറ്റിൽ പാരൻറ്റിങ്ങിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്ന ടേം കോൺഷ്യസ് പാരൻറ്റിംഗ് എന്നാണ്. ബോധത്തോടെയുള്ള പാരൻറ്റിങ്. കോൺഷ്യസ് ആയിട്ട് നമ്മൾ പാരൻ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ജെൻറ്റിലാവും. അതിനായിട്ടൊരു പ്രത്യേകിച്ചൊരു എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താ വെച്ചാൽ കുട്ടികൾ വാശി കാണിക്കുക, കുട്ടികൾ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുക, ബാക്കിയുള്ള കുട്ടികളായിട്ട് ഫൈറ്റ് ചെയ്യുക, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് സിബ്ലിങ്സുമായിട്ടുള്ള ഫൈറ്റ്, ഇതൊക്കെയാണല്ലോ നമ്മുടെ മെയിനായിട്ടുള്ള ഇഷ്യൂസ് കുട്ടികളായിട്ട്. പ്രത്യേകിച്ചും പറഞ്ഞാൽ കേൾക്കണില്ല എന്നുള്ളത് അല്ലേ. അപ്പോൾ എന്താവും, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് വേഗം ഡ്രസ്സ് മാറിക്കുക, സ്കൂൾ ബസ് വരാനായി, അല്ലെങ്കിൽ പഠിക്കാനിരുന്നേ. പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ പേരൻസിൻ്റെ ഏറ്റവും വലിയൊരു കൺസേൺ. ഇനി എല്ലാ കാര്യത്തിലും നമ്മൾ പറയുമ്പോൾ ഇവരിത് ചെയ്യാതിരിക്കുമ്പോൾ ഉടനെ നമുക്ക് ദേഷ്യം വരുവാണ്. ചില പേരൻസിന് ഉടനെ ആയിരിക്കില്ല, 1-2 പ്രാവശ്യമൊക്കെ പറഞ്ഞ് 3-ാമത്തെ പ്രാവശ്യമായിരിക്കും ദേഷ്യം വരികയാണ്. ഈ ദേഷ്യം വരണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കോൺഷ്യസ് അല്ല. എന്തിനെക്കുറിച്ച്? ഇവർ കുട്ടികളാണ്, ഇവർ മിനി അഡൾട്ട്സ് അല്ല. അഡൾട്ട്സിനെ പോലെയുള്ള വലിയ ബ്രെയിനുള്ള പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരല്ല. ഇപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടുവരുന്ന, ബ്രെയിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അവരുടെ ഓരോ പ്രായത്തിലും അവർ ചിലപ്പം ചില വാശികൾ കാണിക്കും, അവർ സിബ്ലിങ്സുമായിട്ട് ഫൈറ്റ് ചെയ്തെന്നിരിക്കും, അവരവരുടെ ടോയ്സ് ഷെയർ ചെയ്തില്ല എന്ന് വരും, അല്ലറ ചില്ലറ കുഞ്ഞ് കള്ളങ്ങളൊക്കെ പറഞ്ഞെന്ന് വരും. നമ്മൾ തന്നെ വേണം, നമ്മളെ കൂടെ ഇങ്ങനെ ക്ലിങ് ചെയ്തിരിക്കും, വാശി പിടിക്കും. ഇതൊക്കെയും ഓരോ പ്രായത്തിൻ്റെ ഡെവലപ്മെൻ്റലി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അവരുടെ സ്വഭാവങ്ങളാണ്. നമ്മൾ ദേഷ്യം പിടിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന, നമ്മൾ ബിഹേവ് ചെയ്യണ പോലെ, വലിയ ആൾക്കാർ അഡൾട്ട്സ് ബിഹേവ് ചെയ്യണ പോലെ തന്നെ കുട്ടികൾ ബിഹേവ് ചെയ്യണമെന്ന് വിചാരിക്കണോണ്ടാണ്, അൺകോൺഷ്യസ്ലി നമ്മൾ വിചാരിക്കണോണ്ടാണ് നമ്മൾ കുട്ടികളെ വഴക്ക് പറയാനും ചീത്ത പറയാനും ഒക്കെ പോണേ. സിമ്പിളാണ്, നമ്മളൊന്ന് കോൺഷ്യസ് ആയാൽ മതി. ഇവർ കുട്ടികളാണ്, കുട്ടികൾക്ക് ഇങ്ങനത്തെ ബിഹേവിയേഴ്സ് ഉണ്ടാവും എന്ന് നമ്മൾ കോൺഷ്യസ് ആവുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊരു ദേഷ്യം കുറയും. അപ്പോൾ നമ്മൾ കോൺഷ്യസ് ആയി ഈ കുട്ടികൾ കുട്ടികളാന്നുള്ളത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, പിന്നെ ഈ വാശിക്കൊക്കെ ഞാൻ നിന്ന് കൊടുക്കണോ? ഈ കുട്ടികളെ ഒന്ന് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലേ? ജെൻറ്റിൽ പാരൻറ്റിങ്ങിൽ നമ്മൾ കുട്ടികളെ കറക്റ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ, ജെൻറ്റിലായിക്കൊണ്ട്. അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അവരോട് നോ പറയുന്നുണ്ട്, ബൗണ്ടറി കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അവരുടെ ഓരോ ബിഹേവിയറും, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വാശി, ഫൈറ്റിംഗ്, ഓരോ ബിഹേവിയറും അവരുടെ കമ്മ്യൂണിക്കേഷനാണ്. അവർ നമ്മളോട് എന്തോ പറയാൻ ശ്രമിക്കുകയാണ് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ, വളരെ ചെറിയ കുട്ടികളായിരിക്കുമ്പം ഇവർ കരയുമല്ലോ, മക്കൾ കരയുമല്ലോ. അപ്പോൾ നമ്മൾ അയ്യോ വെറുതെ കരയുന്നു എന്നല്ലല്ലോ പറയുന്നത്. കുഞ്ഞ് ചിലപ്പം മൂത്രമൊഴിച്ചിട്ടുണ്ടാവും, നനഞ്ഞിട്ടുണ്ടാകും, അല്ലെ വിശക്കുന്നുണ്ടാവും. അപ്പോൾ ആ കരച്ചിൽ ഒരു കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ കുട്ടികളെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇച്ചിരി വലുതായി കഴിഞ്ഞിട്ടുള്ള വാശിക്കും ദേഷ്യത്തിനും ഹൈപ്പർ ആക്ടിവിറ്റി, പെടപെടപ്പിനും ഒക്കെ ഒരു റീസൺ ഉണ്ടാവും. മിക്കവാറും ഈ റീസൺ നമ്മളുടെ അറ്റൻഷൻ, പേരൻസ് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളോടുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂഷ്വലി ഇത് ഉണ്ടാവുന്നത്. സോ എന്താണോ റീസൺ, എന്താണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും മക്കളോട് ജെൻറ്റിലായിട്ട് തന്നെ പെരുമാറും. ഇനി ഇതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, എന്തൊക്കെയാണ് അതിനുള്ള ടെക്നിക്സ് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.